കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം മുന്നണിക്ക് സാധ്യതയേറിയെന്നും SNDPയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം അനിവാര്യമെന്നും വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ വെള്ളാപ്പള്ളിയുടെ BJP അനുകൂല നിലപാടിനെതിരെ SNDP യോഗത്തിൽ ഭിന്നത രൂക്ഷമാകുന്നു. മുൻ ഭാരവാഹികളടക്കമുള്ളവർ കൊച്ചിയിൽ യോഗം ചേർന്ന് വെള്ളാപ്പള്ളിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രചരണം നടത്താൻ തീരുമാനിച്ചു. CPIM അടക്കമുള്ള ഇടതു പാർട്ടികളുടെ നിലപാടിനെ സാധൂകരിക്കും വിധമുള്ള നീക്കങ്ങളാണ് കൊച്ചിയിൽ ചേർന്ന യോഗം കൈക്കൊണ്ടത്. SNDPയെ സംഘപരിവാർ പാളയത്തിൽ കൊണ്ടുകെട്ടാനുള്ള വെള്ളാപ്പള്ളിയുടെ നിലപാടിനെതിരെ പ്രമുഖ CPIM കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. ചർച്ച ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ കാലം ഏത് വിധത്തിലാണ് നീങ്ങുന്നതെന്ന് നവോത്ഥാന രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രങ്ങൾ തീരുമാനിക്കുമോ? അതെ, ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഭാസുരേന്ദ്ര ബാബു, JR പത്മകുമാർ, അഡ്വക്കേറ്റ് രാജൻ SNDP പ്രതിനിധി, ഒപ്പം PS സലീം കോൺഗ്രസ് പ്രതിനിധി, K വേണു, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവർ ടെലിഫോണിൽ, ഫക്രുദ്ദീൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങളെ രണ്ട് ഘട്ടമായിട്ടാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഒന്ന് SNDPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ വർഗീയത വളരുന്നു, അതിനുള്ള പല ഉദാഹരണങ്ങളും പലയിടത്തും മുളയിടുന്നു എന്നത് സംബന്ധിച്ച് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ചർച്ച ക്രോഡീകരിച്ചിരിക്കുന്നത്. ആദ്യം ശ്രീ JR പത്മകുമാറിലേക്ക് തന്നെ പോകാം. JR പത്മകുമാർ, വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രഖ്യാപനം എത്തിക്കഴിഞ്ഞു. മതേതര മുന്നണിയാണ്, നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ളതൊക്കെ വിട്ടു, മതേതര മുന്നണിയാണ്, ഐക്യത്തെയാണ് പിന്തുണയ്ക്കാൻ പോകുന്നതെന്നാണ് ഏറ്റവും പുതിയ പ്രസ്താവന വെള്ളാപ്പള്ളിയുടെ. ലഡു പൊട്ടിയത് തിരിച്ചു വെക്കേണ്ട ഗതി ആണോ? നിങ്ങൾ ധാരാ പറഞ്ഞത് മതേതര മുന്നണി അല്ലെന്ന് അദ്ദേഹം. ഇപ്പോൾ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവർ സംഘടിക്കണം, അവരുടെ അവകാശങ്ങൾ ചോദിക്കണമെന്ന് പറയുമ്പോൾ അതിലെവിടെയാണ് മതേതരത്തിൻ്റെ വിരുദ്ധമായ നിലപാട്? എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ ചോദിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശമില്ലേ? അപ്പോൾ ആർക്കെങ്കിലും നിഷേധിക്കണം, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിന് കൊടുക്കാൻ പാടില്ല എന്നല്ലല്ലോ പറഞ്ഞത്. അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ അത് ആർക്കെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന അവകാശത്തിൻ്റെ നിഷേധമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതിനെ നമ്മൾ വീക്ഷിക്കുന്നത് താങ്കളുടെ വീക്ഷണത്തിലുണ്ടായ പെശകാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ BJPയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ല. BJP ഒരു അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞു. കമ്പി പഴിപ്പിക്കുമ്പോൾ എന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുകയാണ്, കമ്പി പഴിക്കുന്ന സമയത്ത് വേണം അടിച്ചു പരത്താനെന്ന്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മതേതരം എന്ന മുഖത്തിൽ മറ്റെന്തൊക്കെയാണ് എന്ന് വ്യാഖ്യാനവും വരുന്നു. ശ്രീ JR പത്മകുമാർ, ഇല്ല, ഞങ്ങൾ മതേതര, ഞങ്ങളുടെ ഭരണഘടനയായാലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളായാലും ഞങ്ങളുടെ മറ്റ് പ്രചരണങ്ങളായാലും ഞങ്ങൾ മതേതരത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അതേസമയം മുസ്ലിം ലീഗ് എന്ന് പേര് പറഞ്ഞ് ഒരു സമൂഹത്തിൻ്റെ മാത്രം ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളൊക്കെ മതേതരം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. അതേപോലെ മറ്റ് പലരെയും ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ താങ്ങുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതേതര വിരുദ്ധമായ ഒരു നിലപാടില്ല. ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ BJPയോട് സഹകരിക്കും, BJPക്ക് അനുകൂലമായി സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഞങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. അതിൽ ഇന്ന് കേരളത്തിൽ ഈ ആനുകാലികമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഒത്തുചേരുമ്പോൾ മൂന്നാം മുന്നണിയല്ല ഒന്നാം മുന്നണിയായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത്. തീർച്ചയായും. ശ്രീ PS സലീം കോൺഗ്രസ് നേതാവ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ PS സലീം, 5 വർഷത്തെ UDF ഭരണം കേരള സമൂഹത്തെ ഒരു ജാതിമത കോൺഫെഡറേഷനാക്കി മാറ്റുന്നു. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ നടന്നത്. വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ കണ്ടതും അതെ, 5ാം മന്ത്രിസ്ഥാനം മുതൽ ഇങ്ങോട്ടുള്ള വർഗീയ പ്രീണനങ്ങളാണ് ഇത്രയേറെ ഗൗരവമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. കോൺഗ്രസും പ്രതിക്കൂട്ടിലാണ്. അല്ല അജിൻഷാദ്, കോൺഗ്രസ് എങ്ങനെയാ പ്രതിക്കൂട്ടിലാവുന്നത്? ഞങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ, ആ നിലപാടുകൾ ഈ കേരളീയ സമൂഹത്തിൽ മതനിരപേക്ഷമായ ഒരു നിലപാട് സ്വീകരിക്കുകയും എല്ലാ മതങ്ങളോടും തുല്യ പരിഗണനയും തുല്യനീതിയും ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ടാണ് കേരളത്തിൽ UDFും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് പോയത്. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ സംഭവവികാസങ്ങൾ അത് തീർച്ചയായും കേരളത്തിൽ BJPയെ അത് ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പത്മകുമാർ വിയോജിക്കരുത്.
അതോടൊപ്പം അതിലേക്ക് വരാം തീർച്ചയായും. പത്മകുമാർ എന്നെ പിടിക്കേണ്ട കാര്യങ്ങളുണ്ട്. പത്മകുമാർ പറഞ്ഞതിലെ പല വൈരുദ്ധ്യങ്ങളും നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ചർച്ചയുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി. തീർച്ചയായും ശ്രീ പി എസ് സലീം 5ാം മന്ത്രി, അതിനുശേഷം ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കുമ്പോൾ, ചെന്നിത്തലയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ പോലും ഒരു സവർണ പ്രാതിനിധ്യം, ഇങ്ങനെ ഒരുപാട് കോംപ്രമൈസുകൾ കേരളം കണ്ടു. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു എന്നതിനുള്ള ഒരു ചോദ്യം, ആ ഉത്തരം താങ്കൾ നൽകുന്നില്ല ശ്രീ പി എസ് സലീം? അല്ല അജിൻഷാ, ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം മറച്ചു വെക്കുന്നില്ല. 5ാം മന്ത്രി എന്നുള്ള ആ ഒരു പ്രത്യേകിച്ചും അതിന്റെ ടൈമിങ്, ആ തീരുമാനം മുസ്ലിം ലീഗ് അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചത്, അത് സ്വാഭാവികമായും കേരളത്തിൽ ഒരു ചെറിയ രീതിയിൽ ഈ പറയുന്ന ഒരു ചലനങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം ആ ഒരു സാഹചര്യം, അതിൽ 5ാം മന്ത്രി എന്നുള്ള ഒരു UDF ഒരു ഘടകകക്ഷിക്ക് മുമ്പും 5 മന്ത്രിമാരുണ്ടായിരുന്നു. അത് പിന്നീട് കൊടുക്കേണ്ടി വന്നു എന്നുള്ള ഒരു ന്യൂമറിക്കൽ ഒരു ആസ്പെക്റ്റിനൊക്കെ അതീതമായി അന്ന് ഈ പ്രശ്നം വേറൊരു തലത്തിലേക്ക് വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അത് ബോധപൂർവമാണോ അബോധപൂർവമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനൊരു സ്ഥായിയായ ഒരു സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഇപ്പം അജിംഷാ സൂചിപ്പിച്ച പോലെ 5ാം മന്ത്രി അല്ലെങ്കിൽ വലിയ വിട്ടുവീഴ്ച മുസ്ലിം ലീഗിന് മുമ്പിൽ കോൺഗ്രസ് കീഴടങ്ങി, അത് കേരളത്തിൽ ഒരു വലിയ വർഗീയ ധ്രുവീകരണത്തിന് വഴിതെളിച്ചു എന്നൊക്കെയുള്ള ഒരു വളരെ വിപുലമായ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോയാൽ ആ അഭിപ്രായം നിങ്ങളുടെ നേതാക്കന്മാർക്ക് തന്നെ ഉണ്ട് ശ്രീ പി എസ് സലീം. നിങ്ങളുടെ നേതാക്കന്മാർക്ക് തന്നെയുണ്ട്. വിജയ കുര്യൻ അടുത്തിടെ തുറന്നടിച്ചു. AK ആന്റണി കുറെ മുമ്പ് അത് പറഞ്ഞു. രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായത്, വെരി സോറി, ഒരിക്കലും ഒരു സവർണ മേധാവിത്വോ അല്ലെങ്കിൽ ആ രീതി കാണാൻ കഴിയും പ്രാതിനിധ്യം. ഞാൻ പറഞ്ഞതാണ് അന്ന് ഉയർന്ന ചർച്ചകൾ ശ്രീ പി എസ് സലീം അങ്ങനെയായിരുന്നു. ആ സമവാക്യങ്ങളാണ് അന്ന് ആരെങ്കിലും അതിന് അങ്ങനെ ഒരു നിറം നൽകാൻ താക്കോൽസ്ഥാനം. അല്ല ഞങ്ങൾ വൈശുദ്ധി ഞങ്ങൾ എന്ത് വേണം? KPCC പ്രസിഡന്റ് നിരവധി തവണ കേരളത്തിൽ മന്ത്രിയായിരുന്ന ഒരാള്, കേരള രാഷ്ട്രീയത്തിലെ ഒരു മതേതര മുഖമുള്ള ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൽ ക്യാബിനറ്റിൽ വന്നാൽ, ആഭ്യന്തരമന്ത്രിയായാൽ അതൊരു സാമുദായിക പ്രാതിനിധ്യമാണെന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ, പ്രചരിപ്പിച്ചാൽ അത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമല്ല. അതങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ മറുപടി പറയേണ്ടി വരും. അതിന് ഞങ്ങൾ ഉത്തരവാദിയുമല്ല. അതൊക്കെ ഒരു കോൺഗ്രസിനകത്തുള്ള സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ KPCC പ്രസിഡന്റ് ടേം പൂർത്തിയായി സ്ഥാനം ഒഴിയുമ്പോൾ രമേശ് ചെന്നിത്തലയെ പ്രോപ്പറായി അക്കോമഡേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. അതിന് ആരെങ്കിലും ഇങ്ങനെ വ്യാഖ്യാനം നൽകിയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ടാണ് ഇപ്പൊ SNDP കേരളത്തിൽ BJP അടുത്ത് BJPക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് കേരളത്തിൽ സ്വന്തമായി നിലനിൽക്കാൻ കഴിയും, അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നൊക്കെ പ്രചരിപ്പിച്ചതല്ലാതെ ഇന്നവരത് യാഥാർത്ഥ്യമാവാത്തത് കൊണ്ട് അവരിങ്ങനെ ഒരു പുതിയ ഒരു നിലപാടുമായി സമുദായ സംഘടനകളുമായി അവർ സംസാരിക്കുകയും അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ ഡിസ്കഷൻ നടത്തുകയും ചെയ്യുന്നത് കേരളത്തിൽ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, BJPക്ക് ഇന്നും കേരളത്തിൽ ഒരു ശ്രീ പി എസ് സലീം BJPയുടെ ആ നിലപാടുകളെ സംബന്ധിച്ച്, അതിലെ വൈരുദ്ധ്യങ്ങളൊക്കെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ പ്രധാനമായും ഉയരുന്ന മറ്റു ചില സംശയങ്ങളുണ്ട്. ശങ്കറിന്റെ SNDP അല്ലെങ്കിൽ അത്തരത്തിൽ ഉയർന്നിരുന്ന SNDP എങ്ങനെ ഈ പാളയത്തിലേക്ക് എത്തപ്പെട്ടു? അല്ല, ശങ്കറിന്റെ അല്ലോ, ശ്രീനാരായണ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പാരമ്പര്യമുള്ള, ഒരു മഹിതമായ പാരമ്പര്യമുള്ള SNDP പ്രസ്ഥാനത്തിന് ഒരിക്കലും സംഘപരിവാറുമായി ചേർന്ന് പോകാൻ ഒരു നിമിഷം പോലും കഴിയില്ല. സമാന്തര രേഖകളെ അനന്തതയിലേക്കും ഇൻഫിനിറ്റിലേക്കും എന്നൊക്കെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ട്. പക്ഷെ എങ്ങനെ ശ്രീനാരായണ ദർശനങ്ങളും സംഘപരിവാറും നിലപാട് ഒന്നിച്ചു പോകാൻ കഴിയും? ഇതൊക്കെ CPM സ്വീകരിച്ച നിലപാടുകൾക്ക് അവർ കൊടുക്കേണ്ടി വരുന്ന വില എന്നുള്ളതാണ്. അത് ശങ്കറിനെ മാത്രമല്ല, ശങ്കറിനെ പോലെയുള്ള ഒട്ടേറെ മഹാവി കുമാരനാശാനെ പോലുള്ള എത്രയോ മഹാന്മാരിരുന്ന ഒരു വലിയ തീർച്ചയായും ശ്രീ പി എസ് സലീം. ഇപ്പോൾ നമ്മോടൊപ്പം K വേണു കൂടിയുണ്ട്. ശ്രീ K വേണു, താങ്കൾ വെള്ളാപ്പള്ളിയുടെ ക്ഷണം നിരസിച്ച ആളാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സംശയമുണ്ട്. അതായത് ശങ്കറിനും വെള്ളാപ്പള്ളിക്കും ഇടയിൽ MK രാഘവൻ എന്ന പ്രമുഖനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു SNDPക്ക്. പള്ളുരുത്തി ആണെന്ന് തോന്നുന്നു. അദ്ദേഹം നിന്ന് മണ്ഡലത്തിൽ തോറ്റുപോയി. ഈഴവ ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. ഇത്തരത്തിൽ SNDP മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇങ്ങനെ കാവ്യയുമായി ചേരുമ്പോൾ അതിന് എന്തൊക്കെ അനുരണനങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ
കഴിയുന്നത് എന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ലേ ഇത്? തീർച്ചയായിട്ടും ചർച്ച ചെയ്യാൻ, കാരണം പ്രായോഗികമായ തലത്തിലേക്ക് അത് എത്തിക്കഴിഞ്ഞിരിക്കുകയല്ലേ. അതിന് പൊതുവിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം, പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നതിന് ഉത്തരവാദികളാണെന്നുള്ള അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്ഥാനത്തെ കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ആദ്യ കാലഘട്ടങ്ങളിൽ ചില ചർച്ചകളിൽ ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ പങ്കെടുക്കാറുള്ളതാണ്. അതിലൊക്കെ ക്രീമി ലെയർ പ്രശ്നമൊക്കെ ഉണ്ടായി വന്ന കാലഘട്ടത്തില് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ തന്നെ സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുന്ന നിലപാടെടുത്ത കാലഘട്ടങ്ങളിൽ അതിനെതിരായി സാമൂഹ്യ സംവരണവും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം വിശദീകരിക്കാനായി ഞാൻ SNDP യോഗങ്ങളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ള ആളാണ്. പക്ഷെ അന്നത് സവർണ മേധാവിത്വത്തിനെതിരായി പിന്നോക്ക സമുദായങ്ങളുടെ ചെറുത്തുനിൽപ്പ് എന്ന രീതിയിലാണ് അതിനെ കണ്ടിരുന്നത്. ഡോക്ടർ അംബേദ്കർ ഒക്കെ ചൂണ്ടിക്കാണിച്ച പോലെ പിന്നോക്ക ദളിത് സമുദായങ്ങളൊക്കെ തന്നെ അവരവർക്ക് അർഹമായ രാഷ്ട്രീയ അധികാരം പിടിച്ചുപറ്റണം എന്നുള്ള ആ നിലപാടിനോട് യോജിക്കുന്ന. അതാണ് ശ്രീ കെ വേണു, അങ്ങനെ ആ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ അല്ലെങ്കിൽ ദളിത് പിന്നോക്ക മുന്നേറ്റം ഒക്കെ സാധ്യമാക്കാൻ ഇവിടെ എല്ലാവരും പരാജയപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് ഞങ്ങൾ BJPക്കൊപ്പം ചേരുന്നതെന്നാണ് പറയാതെ പറയുന്നത് വെള്ളാപ്പള്ളി. മൂന്നാം മുന്നണിയുടെ അനിവാര്യതയെ സംബന്ധിച്ചാണ് ഇന്ന് അദ്ദേഹം വാദോര. അതെ, പക്ഷെ ആ വാദമുഖത്തിന്റെ പൊള്ളത്തരമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ആ മുന്നേറ്റം സാധ്യമായോ ഇല്ലയോ എന്നുള്ളത് വേറൊരു പ്രശ്നം. പക്ഷെ അതിനുവേണ്ടി ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ പിന്നോക്ക സമുദായങ്ങളുടെ ബാധ്യത. അതിനു പകരം മുന്നോക്ക സമുദായത്തിന്റെ വാലിൽ കെട്ടുക, പിന്നോക്ക സമുദായങ്ങളെയും ദളിതുകളെയൊക്കെ മുന്നോക്ക സമുദായത്തിന്റെ വാലിൽ കെട്ടുന്ന വഞ്ചനാപരമായൊരു സമീപനമാണ് വെള്ളാപ്പള്ളി സ്വീകരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത്. അവിടെ നിന്ന് കാണിച്ചു കൊടുക്കലെന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാനത് പറയുകയും ചെയ്തു അവരോട്. അപ്പൊ അവര് പറഞ്ഞത് ഞാൻ പറയണതൊക്കെ അതേപടി തന്നെ അവിടെ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് ആരും വിരോധമില്ലാതെ. പക്ഷെ ഞാൻ പറഞ്ഞു എന്തിനാ പറയണത്, കാര്യം ഇത് ഏറെക്കുറെ BJPയുടെ വാലിൽ കെട്ടാൻ പോകുന്ന ഈ സമീപനത്തിന്റെ വഞ്ചനയെ തുറന്നു കാണിക്കാൻ മനസ്സിലാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിൽ പങ്കെടുക്കാൻ സാധ്യമല്ലെന്നുള്ള നിലപാടാണ്. അതായത് ശ്രീ കെ വേണു, താങ്കളോടൊപ്പം പണ്ട് കാലത്ത് ആ പഴയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന പലരും ആ ക്ഷണിതാക്കളായി അവിടെ എത്തി. അതൊരു സിംബോളിക്കായി കാണാമോ? എന്റെ കൂടെ പ്രവർത്തിച്ചവരെന്ന് പറയാവുന്നവരൊന്നുമല്ല. ഇപ്പൊ പ്രമുഖരായ ആളുകളൊന്നും അങ്ങനെ ആർക്കും എന്റെ കൂടെ പ്രവർത്തിച്ചതല്ല. അതായത് ഫിലിപ്പ് മുസാനിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വേറൊരു രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. എന്റെ കൂടെ എന്ന് പറയുന്നില്ല, മറ്റ് PSലും ജയചന്ദ്രനൊന്നും തന്നെ എന്റെ കൂടെ പ്രവർത്തിച്ച ആളൊന്നുമല്ല. അതുമായി ബന്ധപ്പെട്ടതല്ല, അതിനെ അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഞാൻ അതല്ല സൂചിപ്പിച്ചത്. ഞാൻ സൂചിപ്പിച്ച വിഷയം ആ രംഗത്ത് ഇപ്പോഴും ആ സമരം നടക്കുന്നുണ്ട് തന്നെ. ഇപ്പൊ SNDP സംഘടനയിൽ തന്നെ വെള്ളാപ്പള്ളിക്കെതിരായി ശക്തമായ നീക്കം നടക്കുന്നുണ്ട് ഈ BJPയുടെ കൂടെ പോകുന്നതിനെതിരായി. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഈ പിന്നോക്ക വോട്ട് മുഴുവനും BJPക്ക് പോകുന്നില്ല. അല്ലാതെ തന്നെ SNDP എന്ന് പറയുന്നത് പിന്നോക്ക സമുദായത്തിന്റെ ഒരു 20-25% വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സംഘടന മാത്രമാണ്. അത് തന്നെയും വെള്ളാപ്പള്ളി പറയുന്നിടത്ത് നിൽക്കുന്നതുമല്ല. അതാണ് സ്ഥിതി. അതാണ് വ്യക്തമാണ് ശ്രീ കെ വേണു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കളിലേക്ക് എത്തിയാൽ, പണ്ടൊരു മഹാനായ സാംസ്കാരിക നേതാവ് ഉണ്ടായിരുന്നു, ശ്രീ സുകുമാർ അഴീക്കോട്. അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും നമ്മൾ. ചെമ്പഴന്തി SN കോളേജിൽ ഒരു വിഷക്കള്ള് വിളമ്പിയ ഒരാളിനെ മാനേജറാക്കിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി താങ്കൾ അധികാരമുറപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഇങ്ങോട്ടുള്ള ആ ഒറ്റയാൾ സമരം, ഒരുപക്ഷെ അതൊക്കെ മതേതര മുന്നണികളൊക്കെ ഏറ്റുപിടിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഒരുപക്ഷെ ആ ആശങ്കയൊക്കെ ഒരുപക്ഷെ അസ്ഥാനത്തല്ല എന്ന് തെളിയിക്കുന്നത് കൂടിയാണോ ഇന്ന് അല്പം മുമ്പ് നടന്ന വെള്ളാപ്പള്ളിയുടെ ആ ഏറ്റുപറച്ചിൽ? അല്ല, ചരിത്രപരമായ എല്ലാ മഹത്വങ്ങളെയും, സുകുമാർ അഴീക്കോടുള്ള എല്ലാ മഹത്വങ്ങളെയും ശരിക്കും കാറിത്തുപ്പുന്ന ഒരു ഹീന സംസ്കൃതിയുടെ പ്രതീതിയായാണ് മലയാളികൾ വെള്ളാപ്പള്ളി നടേശനെ തിരിച്ചറിയുന്നത്. അല്ലാതെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ രക്ഷകനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സത്യസന്ധമായ ഒരു ഗുരു ജീവിത രീതി, ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്യുന്ന വീക്ഷണത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ജീവിത രീതി പിന്തുടരുന്നയാളായിട്ടോ അല്ല. മറിച്ച് കഴിഞ്ഞ 2 ദശകങ്ങളായി അദ്ദേഹം ശ്രീനാരായണ പ്രസ്ഥാനത്തെ തന്നെ ഗ്രസിക്കുകയും അതിനെ ഏതെങ്കിലും നിലവാരത്തിൽ മൊത്തമായും ചില്ലറയായും തൂക്കി വിൽക്കുകയും ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. VS അച്യുതാനന്ദൻ പറഞ്ഞതുമാതിരി 303 അധ്യാപക നിയമനങ്ങൾക്ക് 100 കോടി രൂപ വാങ്ങാനുള്ള വിരുത് കാണിക്കുകയായിരുന്നു എന്നും അദ്ദേഹം ചെയ്തിരുന്നത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും നിലവാരത്തിൽ പിന്നണിയിൽ നിൽക്കുന്ന ബഹുജന വിഭാഗങ്ങളെ മുന്നണികളിലേക്ക് കൊണ്ടുവരുന്ന നവോത്ഥാന നായകനായി മലയാളം തെറ്റിദ്ധരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ അങ്ങനെ ആലോചിക്കാം. കാരണം അവരും വെള്ളാപ്പള്ളി നടേശനെ മാതിരി വളരെ പിന്നണിയിൽ നിൽക്കുന്ന അങ്ങേയറ്റം പാപ്പരായ ഒരു സെൻസിബിലിറ്റിയുടെ ഉടമകളാണ്.
മലയാളിയെ അവർക്കറിയില്ല. അതുകൊണ്ടാണ് പത്മകുമാറിനെയോ രാജഗോപാലിനെയോ പോലെയുള്ള ആൾക്കാരുമായി പോലും കൂടിയാലോചിക്കാതെ ദില്ലിയിൽ നിന്ന് ഒരു ഭാവി മുഖ്യമന്ത്രിയെ അങ്ങ് കെട്ടിയിറക്കിയിരിക്കുകയാണ് സഖ്യനിപ്പുറം ഭരിക്കാൻ. എന്തൊരു തമാശയാണ്. ആ നിലയ്ക്ക് ഇന്ന് ചേർത്തലയിൽ നടന്നത് വിദൂഷകരുടെ ഒരു യോഗമായിരുന്നു. ആ വിദൂഷക യോഗത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ അജിം ഷാദ് ചർച്ച ചെയ്യുന്നത്. ആ യോഗത്തിൻ്റെ പാപ്പരത്വത്തെ പരിപൂർണമാക്കുകയാണ് മാർക്സിസ്റ്റ് വിരോധം മാത്രം കൈമുതലായുള്ള ഏതാനും ബുദ്ധിജീവികളുടെ ജലരോധനങ്ങൾ കൂടി നമുക്കവിടെ കേൾക്കേണ്ടി വന്നു. ആ നിലയ്ക്ക് എല്ലാ നിലവാരത്തിലും ആർക്കും ആവശ്യമില്ലാത്ത ചില അഴുക്കുകൾ സംഘം ചേർന്ന് പുതിയൊരു അഴുക്കുചാൽ രൂപപ്പെടുത്തുമ്പോൾ അതൊരു ബഹുജന സഞ്ചയമായി തീരുമെന്നോ ബഹുജന പ്രവാഹമായി തീരുമെന്നോ ആരും തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ അടങ്ങിപ്പോകുന്ന ഒരേ അലയായി അത് അധപ്പതിക്കും എന്നതാണ് ചരിത്രത്തിൻ്റെ വിധി എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ശ്രീ ഫക്രുദ്ദീൻ, അതായത് ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തെ പുച്ഛിച്ച് തള്ളുന്ന ഒരു ഘട്ടം എന്നത് ഒരു പക്ഷേ തീർച്ചയായും ഫക്രുദ്ദീൻ താങ്കളിലേക്ക് തീർച്ചയായും സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായി വർഗീയവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു മണ്ഡലം കേരളത്തിൽ രൂപപ്പെടുന്നു എന്ന ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപക്ഷെ നമ്മുടെ അതിഥിയായി അഡ്വക്കേറ്റ് രാജൻ SNDP പ്രതിനിധി കൂടി കൊച്ചിയിലെത്തിയിരിക്കുന്നു. തീർച്ചയായും അതിലേക്ക് കൂടി പോയതിനു ശേഷം ഫക്രുദ്ദീനിലേക്ക് എത്താം. അഡ്വക്കേറ്റ് രാജൻ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അതായത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യം എന്നൊക്കെ ആയിരുന്നു നാഴികയ്ക്ക് 40 വട്ടം വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നത്. അതൊക്കെ പോയി മതേതര കൂട്ടായ്മ, ഒരു പള്ളിയിൽ അച്ഛനെ അടക്കം അവിടെ കണ്ടു. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ ഇങ്ങനെ മാറി. ഒരു ആശയസ്ഥിരത ഇല്ല വെള്ളാപ്പള്ളിക്ക്. ശ്രീരാജൻ, താങ്കളോടാണ്. ചോദ്യത്തിന്റെ അവസാന ഭാഗം കേൾക്കുന്നില്ല. തീർച്ചയായും ശ്രീരാജൻ, അതായത് ഹിന്ദു ഐക്യമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, അതൊക്കെ വിട്ടു. ഇപ്പോൾ മതേതര കൂട്ടായ്മയിലേക്ക് വന്നു. ഒന്ന്, ആശയസ്ഥിരതയില്ല വെള്ളാപ്പള്ളിക്ക്. ഒന്ന്, അതാണ് ഒരു ആക്ഷേപം. രണ്ട്, പലപ്പോഴും പലത് പറയുന്നു. BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നു, ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചേരാൻ തയ്യാറാണെന്ന് പറയുന്നു. ഒന്നിലും അങ്ങോട്ടൊരു വ്യക്തതയില്ല. ഇങ്ങനെയാണോ ഒരു പാർട്ടി തുടങ്ങാൻ പോകുന്നതിന് മുമ്പ്? നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ ഐക്യം SNDP യോഗത്തിൻ്റെ ലക്ഷ്യമാണ്. കഴിഞ്ഞ 5 വർഷത്തിലധികമായി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഇന്നത്തെ ദിവസത്തിൽ അവിടെ പങ്കെടുത്തതിൽ വിവിധ സമുദായ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെ നമ്മളൊരു പള്ളിയിലച്ഛനെ കണ്ടു എന്നവിടെ പറയുന്നത് കൊണ്ട് ഉടനെ തന്നെ അത് ക്രിസ്ത്യാനികളായി അത് കണക്കാക്കേണ്ടതില്ല. ഇവിടെ നാടാർ സമുദായത്തിൽപ്പെട്ടവർ, പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടു പോയവരുണ്ട്. എങ്കിലും അവർക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ആനുകൂല്യങ്ങളും അവരെ അതുതന്നെയായി കണക്കാക്കപ്പെടുന്ന അവസ്ഥയുമുണ്ട്. അവരും ഇവിടെ പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെടുന്നു. അവരും ഇതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ ആ വിഭാഗം ആളുകളെയും സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലല്ലോ. അതിൽ നിലപാടുകളുടെ വ്യത്യാസമൊന്നുമില്ല. ഇതുമായി യോജിക്കാവുന്ന, അവഗണിക്കപ്പെടുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുന്ന ഏതൊരു വിഭാഗത്തിനും ഒരു മൂന്നാം ചേരിയെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ വന്ന് അതിൽ പങ്കാളികളാകുന്നത് മാത്രമാണ്. ശ്രീരാജൻ, ഇതൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇതിനൊക്കെ അപ്പുറമാണ് ജനം. ജനത്തിനറിയാം ഇതിന്റെ രീതിയൊക്കെ എങ്ങനെയാണെന്ന്. നാം എന്തൊക്കെ പറഞ്ഞാലും BJP-ക്കാർ മതേതരത്വം പറയുന്നു, മുസ്ലിം ലീഗുകാർ മതേതരത്വം പറയുന്നു, കേരള കോൺഗ്രസ് മതേതരത്വം പറയുന്നു, ഒക്കെ അറിയാം ജനങ്ങൾക്ക് എങ്ങനെയെന്ന്. ശ്രീരാജൻ, അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും മാത്രം അധികാരത്തിലെത്താനുള്ള മാർഗം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത് ഈ ഘട്ടത്തിൽ. കാരണം മോഡിയെ കാണാനും മകനും ഭാര്യയും അടക്കമാണ് വെള്ളാപ്പള്ളി പോയത്. അതാണോ SNDP-യെ പ്രതിനിധീകരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉയർന്നു. ഈ ഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ ഇടതുപക്ഷം സ്വീകരിച്ചാൽ അങ്ങോട്ടേക്കും പോകും എന്ന്. ഒരധികാരം ഉറപ്പാക്കുക, എനിക്കും കിട്ടണം പണം എന്നത് മാത്രമാണോ എന്ന് നിരീക്ഷകർ സംശയം ഉന്നയിക്കാൻ കാരണം അതാണ്. ശ്രീരാജൻ,
കൃത്യമായി കേൾക്കുന്നില്ല. തീർച്ചയായും ആ സാങ്കേതിക കുറവ് പരിഹരിച്ച് എത്താനാകും എന്ന് വിചാരിക്കുന്നു. ശ്രീ രാജൻ, താങ്കൾ തുടരുക. ശ്രീ ഫക്രുദ്ദീൻ അലി, അതായത് ഇത് ഉത്തരേന്ത്യയിൽ നേരിട്ടുള്ള ഒരു വർഗീയ കലാപമായി രൂപം കൊള്ളുന്നു. ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നു. മോഡിയെക്കുറിച്ച് കോളേജ് മാഗസിനിൽ എഴുതിയവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് വർഗീയതയ്ക്ക് അനുകൂലമായ മണ്ഡലം തീർക്കുന്നു. ഇപ്പോഴാണ് നവോത്ഥാനത്തിൻ്റെ ബാക്കി പത്രം, വ്യതിയാനമല്ല, 100% അതിൻ്റെ ആവിർഭാവ കാലത്തു നിന്നും പൂർണ്ണമായും വ്യതിചലിച്ചിരിക്കുന്നു. ആ ഘട്ടത്തിലേക്ക് നവോത്ഥാന പ്രസ്ഥാനം എത്തുന്നത്. ഇതൊക്കെ സാംസ്കാരികമായി ഒരു സോഷ്യൽ സയൻസിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ വിശാലമായി ചർച്ച ചെയ്യണമോ ശ്രീ ഫക്രുദ്ദീൻ? അത് അങ്ങനെ തന്നെ കാണേണ്ടി വരും. നവോത്ഥാനത്തിൽ നിന്നുള്ള ഒരു പിന്തിരിഞ്ഞ് നടത്തം തുടങ്ങിയിട്ട് കുറേ കാലമായി. ഒരുപക്ഷെ 1980-കളിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. CPM അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ആദ്യം EMS ഗവൺമെൻറ്, നായനാർ ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ്റിൻ്റെ കാലത്തിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഒത്തുതീർപ്പുകൾക്ക് കോൺഗ്രസ് എന്ന പോലെ തന്നെ ഇടതുപക്ഷത്തിന് വഴങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ പല NGO സംഘടനകൾ, അധ്യാപക സംഘടനകളൊക്കെ എടുത്തു നോക്കിയാൽ മീഡിയോക്രറ്റിയുടെ ആസ്ഥാനമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മളിപ്പം ഈ പറയുന്ന എന്താണ് പറയുക, നവോത്ഥാന മൂല്യങ്ങൾ ഇല്ലാതായി എന്ന് പറയുന്നത് നമ്മൾ റാഡിക്കലായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം വാസുദേവ ബാബു സാറൊക്കെ സ്റ്റുഡൻ്റ് ആയ കാലഘട്ടത്തുള്ള പോലെ വ്യവസ്ഥിതിക്കെതിരെ വേണമെങ്കിൽ തോക്കെടുക്കാന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവുന്നില്ല നിങ്ങൾ പറയുന്നു. റാഡിക്കലായിട്ടുള്ള ടീച്ചേഴ്സ് ഒന്നുമില്ല. എന്തുകൊണ്ടുണ്ടാവുന്നില്ല? നമ്മുടെ ടീച്ചേഴ്സ് സെലക്ഷൻ പ്രോസസ്സ് ഉൾപ്പെടെ ഇപ്പോൾ മാനേജ്മെൻറ്റുകൾ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ MES കാശ് മേടിക്കുന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയത്. ബാക്കി ഒരു എല്ലാവരും കാശ് മേടിക്കും. NSS ആണ് താരതമ്യേന മാന്യമായ രീതിയിൽ കൃത്യമായ റെസീറ്റ് കൊടുത്ത് കുറച്ച് കാശ് മേടിക്കുന്നുള്ളൂ. ഈ ഇങ്ങനെ കാശ് കൊടുത്ത് ജോലി മേടിക്കുന്ന എത്ര ആൾക്ക് അതിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, കഴിവുണ്ടെങ്കിൽ തന്നെ. 2 PSC ഒക്കെ തന്നെ അടുത്ത പരീക്ഷ ഈ സെലക്ഷൻ പ്രോസസ്സ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മുന്നിൽ കയറി വരാവുന്ന രീതിയിലുള്ളതല്ല. പലപ്പോഴും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പുറത്തൊക്കെ തന്നെ ഇൻ്റർവ്യൂലൊക്കെ നടത്തുമ്പോൾ മികച്ച ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടി ചേരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി വേറൊരു എന്താ പറയുക സോക്കോൾഡ് ധാരയും മതി, നട്ടല് കുഞ്ഞ് നിർത്തി വെച്ച ധാര ഉണ്ടല്ലോ, കുഞ്ഞ് സെറ്റ് ചെയ്ത് അതുമായിട്ട് ചേർന്ന് പോകാത്ത മാറ്റി നിർത്തപ്പെട്ട കലാലയങ്ങളാണ് അത്തരത്തിൽ കലാപങ്ങൾ തുടങ്ങി വെക്കുന്നത്, ഒരു പക്ഷേ അനുകൂലാർത്ഥത്തിലുള്ള കലാപങ്ങൾ തുടങ്ങി വെക്കുന്നത്. ബീഫ് ഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെ 6 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒരു സാമൂഹിക ധാര ഏത് വിധത്തിലാണ് ചലിക്കുന്നതെന്ന് ഇതിൽ നിന്നൊക്കെ വായിച്ചെടുക്കാൻ ഞാൻ പറയുന്നത് ഇത് ഓൾറെഡി ഒറ്റ ദിവസം കൊണ്ട് തുടങ്ങിയതല്ല. ഇതിന്റെയൊക്കെ ഒരു പൊട്ടിത്തെറിക്കുന്ന ഘട്ടത്തിലെത്തുമ്പോഴാണ് നമ്മൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ സ്റ്റുഡൻസിന് നേരെ ആക്ഷൻ എടുക്കുന്നത്. പോലെ നമുക്കത് എന്താ പറയുക ഗസ് ചെയ്യാൻ പോലും ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു കേരളത്തിൽ ലേഡി പങ്കെടുത്തുകൊണ്ട് അവർ വിവർത്തനം ചെയ്ത പുസ്തകത്തിന്റെ പ്രകാശ ചടങ്ങ് മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നു. ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് ഈ വെള്ളാപ്പള്ളിക്ക് ഇവിടെ നിന്നിപ്പോൾ ഇങ്ങനെ വാദിക്കാനുള്ള സ്പേസ് ഉണ്ടായത് എങ്ങനെയാണ്, അതുകൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇടതുപക്ഷത്തിന് സോവിയറ്റ് റഷ്യയുടെ ഒക്കെ ഒരു തകർച്ചയ്ക്ക് ശേഷം ഒരു വലിയ പ്രതിസന്ധി ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. കോൺഗ്രസ് അങ്ങനെയൊക്കെ തന്നെ നിൽക്കും. ആ പ്രതിസന്ധിയിൽ നിന്ന് മുമ്പുണ്ടായിരുന്ന ആ ഒരു ഇടതുപക്ഷത്തിൻ്റെ അതേ ഒരു ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചില സീറ്റുകൾ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ ഉള്ളൊരു, അതുപോലെ തന്നെ ഈ 5ാം മന്ത്രി വാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് എടുത്തുള്ള UDF എടുത്തുള്ള സമീപനങ്ങൾ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ആശയം അദ്ദേഹം ഈ രീതി ശക്തമായി മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇവിടെ ഞാനൊന്ന് പറഞ്ഞു എങ്ങനെ, പക്ഷേ വെള്ളാപ്പള്ളി പറയുന്നത് ഇവിടെ ഒരു തേർഡ് ഓൾട്ടർനേറ്റീവുള്ള സാധ്യതയുണ്ട്. ഇത് വെള്ളാപ്പള്ളി പറയുന്നതിന് മുമ്പ് പറഞ്ഞ ഒരാൾ ഞാനത് എൻ്റെ മനസ്സ് കണ്ട് 2 മീഡിയയിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുമായി 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് നികേഷ് കുമാർ, ഒന്ന് വേണു. ഇവരെ രണ്ടുപേരും അന്നത്തെ പേഴ്സണാലിറ്റി വെച്ചുകൊണ്ട് ഒരു മൂവ്മെൻറ്റ്, ആം ആദ്മി പോലെയുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. അത് സെൻട്രൽ ലെഫ്റ്റ് മൂവ്മെൻ്റ് ആണ്. ആ സെൻട്രൽ ലെഫ്റ്റ് മൂവ്മെൻറ്റിനുള്ള സ്പേസ് വെള്ളാപ്പള്ളിനെ പോലെ ഈഴവ സമുദായത്തിന് ചെറുപ്പക്കാർക്ക് കാശ് കൊടുക്കാതെ അദ്ദേഹം ജോലി കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് ആരുടെ വേണുവിനെ പോലെ അല്ലെങ്കിൽ നികേഷെ പോലെ മാതൃക കാണിക്കാൻ പറ്റുന്ന ആളല്ല. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു മൂവ്മെന്റ് നയിക്കാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതൊരു സോഷ്യോളജിക്കലായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ കാണും. തീർച്ചയായും അഡ്വക്കേറ്റ് രാജനിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോകാം. ശ്രീ അഡ്വക്കേറ്റ് രാജൻ, കേൾക്കാമല്ലോ. അതായത് നാരായണ ഗുരുവിന്റെ ഒരു കറണ്ട് നിൽക്കുന്ന ആ സമൂഹത്തിനുള്ളിൽ ഒരു പക്ഷേ ഏത് വിധത്തിൽ തൻ്റെ രാഷ്ട്രീയം സ്ഥാപിക്കാനാകുമെന്നൊരു സംശയം വെള്ളാപ്പള്ളിക്കുണ്ട്. വെള്ളാപ്പള്ളിയുടെ ആ ആത്മവിശ്വാസക്കുറവ് ആദ്യം മുതൽ ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളെ കണ്ടുള്ള പറച്ചിലിൽ വരെയുണ്ട്. അങ്ങനെ ആരെങ്കിലും നിരീക്ഷിച്ചാൽ രാജൻ പറയുക എന്ത്? ഒരാത്മവിശ്വാസക്കുറവുമില്ല. വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം എന്നത് SNDP യോഗത്തിൻ്റെ രാഷ്ട്രീയമാണ്. SNDP യോഗത്തിൻ്റെ
138 യൂണിയനുകളുടെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയെടുത്ത തീരുമാനമാണ്. അതിൻ്റെ ക്രിയാത്മകമായ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ മീറ്റിംഗ് പ്രത്യേകമായി വിളിച്ചത്. ആ മീറ്റിംഗിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുക, തീരുമാനങ്ങൾ അറിയിക്കുകയാണ് SNDP. ഇല്ല ശ്രീ രാജൻ, അതായത് ഈ മീറ്റിംഗിലും വ്യക്തതയില്ല, അതായത് വ്യക്തമല്ല. അതായത് ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു പാർട്ടി രൂപീകരിക്കും, BJPയുമായി ചർച്ചയുണ്ട്. ഒരു ഘട്ടത്തിൽ ഇല്ല, ഞങ്ങൾ R ശങ്കറിന്റെ പ്രതിമാനാശ്വാദത്തിന് വിളിക്കാൻ പോയതാണ്, അമിത്ഷായും അതുമായി ബന്ധപ്പെട്ട് കണ്ടതാണ് എന്ന് ഒരിക്കൽ പറയുന്നു. ഏറ്റവും ഒടുവിൽ പറയുന്നു ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കും, മൂന്നാം മുന്നണി ഉണ്ടാക്കും, അവിടെ ഇടതുപക്ഷവുമായി പോകുന്നതിലേക്ക് ഞങ്ങൾക്ക് വിയോജിപ്പില്ല, വിളിക്കൂ, ഞങ്ങളെ വിളിക്കൂ, ഇടതുപക്ഷം വിളിക്കൂ എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അവസാനം പറയുന്നു BJP അക്കൗണ്ട് തുറക്കുമെന്ന്. ഒരു വ്യക്തതയുമില്ല. BJP അക്കൗണ്ട് തുറക്കുന്നതിന് SNDP യോഗം രൂപീകരിക്കാൻ പോകുന്ന പാർട്ടി സഹായിക്കുന്നു എന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടില്ല. ഇന്നത്തെ മീറ്റിംഗിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ പത്രപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നു. സ്വതന്ത്രമായൊരു ചോദ്യത്തിന് സ്വതന്ത്രമായൊരു മറുപടി കൊടുക്കുന്നു. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരത്തെ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ഒരു വലിയ അസംതൃപ്തി വലിയൊരു ജനവിഭാഗത്തിനിടയിൽ ഉണ്ടാകുമ്പോൾ മൂന്നാം മുന്നണി അല്ലെങ്കിൽ മൂന്നാമതൊരു കക്ഷി എന്നുള്ള നിലയ്ക്ക് SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി വിശേഷം വെച്ചുകൊണ്ട് BJP അക്കൗണ്ട് തുറക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇന്നത്തെ അവസ്ഥ വെച്ച് ഏവർക്കും അറിയുന്നത് പോലെ ഒരു പൊതുവിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ടെന്ന ശ്രീരാജൻ, നിങ്ങളുടെ നേതാവ് പറയുന്നത് അത്തരത്തിലൊരു ബദൽ രാഷ്ട്രീയമാണെങ്കിൽ ഇടതുപക്ഷം ഞങ്ങളെ വിളിക്കൂ, ഞങ്ങൾ പോകാമെന്ന് എങ്ങനെ പറയാനാകും? വൈരുദ്ധ്യം. ഒരിക്കലും BJPയുടെ കൂടെ പോകുന്നു എന്നോ BJPക്ക് പിന്തുണ കൊടുക്കുന്നു എന്നോ പറയാത്തിടത്തോളം കാലം ഒരു രാഷ്ട്രീയ കക്ഷി ഇവിടെ രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഇവിടെയുള്ള മുന്നണി സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ കൂട്ടുകൂടാൻ പറ്റുന്നവരുമായി കൂട്ടുകൂടുക എന്നത് രാഷ്ട്രീയ രംഗത്തുള്ള ഒരു സ്വാഭാവികമായ വസ്തുതയായതുകൊണ്ട് അതിനെക്കുറിച്ച് ആ രീതിയിൽ പറയുന്നതിൽ എന്താ തെറ്റ്? തീർച്ചയായും രാജൻ ദയവായി തുടരുക. ശ്രീ പത്മകുമാറിലേക്ക്. ശ്രീ പത്മകുമാർ, ഇത്തരത്തിലാണ് SNDPയുടെ നിലപാട്. ഒന്നിലും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. പക്ഷേ അവർ മുമ്പോട്ട് വെക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. അത് ഒരു പക്ഷേ BJPക്ക് അനുകൂലമാണെന്നാണ് നിങ്ങൾ കണക്കുകൂട്ടി വരുന്നത്. ദേശീയതയൊക്കെ കളഞ്ഞ് ജാതീയതയുടെ രീതിയിലേക്ക് നിങ്ങൾ പോകുന്നു. ദാർശനികമായ അധപതനം ഒന്ന് നിങ്ങളുടേതായ അർത്ഥത്തിൽ. രണ്ട്, അധ്വാനിച്ച RSSകാരും അല്ലെങ്കിൽ BJP പ്രവർത്തകരും ഒക്കെ, RSS പോട്ടെ, BJP പ്രവർത്തകരും ഒക്കെ അവിടെ നിൽക്കും, SNDP കാര്യങ്ങൾ നോക്കും. ഈ കളിയോട് BJPയിൽ തന്നെ എതിർപ്പുമുണ്ട്. ആ സ്ഥിതിക്കാണ് SNDP വ്യക്തമായൊരു നിലപാടും പറയാത്തത്. മൊത്തത്തിലാകെ താങ്കളുടെ സംബന്ധിക്ക് വേണ്ടി അത് പറയാം. പക്ഷെ നിങ്ങൾ കേരളത്തിൻ്റെ പൊളിറ്റിക്സ് എടുത്ത് പരിശോധിച്ച് നോക്ക്. എത്രയോ പാടുപെട്ട CPIക്കാരും CPMകാരുണ്ട്. ബെനറ്റ് എങ്ങനെയാണ് കേരളത്തിൽ ഇവിടെ സ്ഥാനാർത്ഥിയായത്? തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വിജയമാണ് ലക്ഷ്യം. അതിന് തന്ത്രങ്ങൾ ഉണ്ടാക്കും. നമ്മൾ നോക്കും, ചാലക്കുടിയിൽ ആരാ മത്സരിച്ചത്? എത്രയോ അടികൊണ്ട് വെടിയേറ്റ ഇന്നും ജീവച്ഛവങ്ങളായി ജീവിക്കുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളുണ്ട്. എങ്ങനെയാണ് ഇന്നസെന്റ് വന്നത്? അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിൽ ആ കാലഘട്ടത്തിനനുസൃതമായി വിജയിക്കുക. പ്രധാനം അതിനുള്ള നിലപാടുകൾക്കും തന്ത്രം രൂപീകരിക്കും. അതിൽ സ്വതന്ത്രം പരിഹരിക്കും. നമുക്ക് സ്വന്തം ചിന്താധികാരമായി കൂട്ടുകൂടുണ്ട്. അതൊക്കെ അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങളെ സംഘടന ഇതെല്ലാം മറന്നിട്ട് കഷ്ടപ്പെട്ടവരെ ഒഴിവാക്കുന്നുള്ള അർത്ഥമില്ല. ഇപ്പം രാജൻ പറഞ്ഞതുപോലെ അവരൊരു ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്നൊരു ആലോചനയുണ്ട്. അതിനൊരു രൂപീകരിക്കുമെന്ന് തീർച്ച പറയാൻ കഴിയില്ല. പക്ഷേ അവർ ഉയർത്തിപ്പിടിക്കുന്ന കുറേ കാര്യങ്ങൾ
കാലാകാലങ്ങളായി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എതിർക്കുകയല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ നമ്മൾ മുമ്പ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കേരളത്തിൽ തന്നെ അങ്ങനെ വാസവദത്ത, ഹരിചന്ദ്രൻ ചമയാനൊന്നും ആരുമില്ല ഇവിടെ കേരളത്തിൽ. ഓരോ രാഷ്ട്രീയ മുന്നണി എടുത്ത് പരിശോധിക്കും. ഇന്നലെ ഒരു ജീവിതകാലം മുഴുക്കെ ഒരു നേതാവ് പണം പിരിച്ച് ഒരാളെ ജയിലിൽ അടച്ചിട്ട് അയാളെ മറ്റ് വേദി പങ്കാട് കെട്ടിപ്പിടിക്കാനും തയ്യാറായ കേരളമാണ്. അതുകൊണ്ട് അങ്ങനെ സദാചാര തത്വങ്ങളൊന്നും ആരും പറയേണ്ട കാര്യമില്ല. ഇന്ത്യ മഹാരാജ്യം വെട്ടിമുറിക്കാൻ കൂട്ടുന്ന മുസ്ലിം ലീഗുമായി അധികാരം പങ്കിടുന്ന സംസ്ഥാനമാണ് ഇവിടെ. അപ്പോൾ അത് തീവ്രവാദ കേസുകൾ പ്രതിയായി ജയിലിൽ കിടന്ന ആളുകളുമായി വേദി പങ്കിടുന്ന ആളുകൾ രാഷ്ട്രീയ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണിത്. അതുകൊണ്ട് ആരും സദാചാരമൊന്നും പറയണ്ട, എല്ലാവരും മോശം. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ജനസംഘം അടങ്ങുന്ന ജനതാ പാർട്ടിയുമായി സഹകരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗും ജനസംഘവും മാർക്സിസ്റ്റ് പാർട്ടിയും സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്ത് വർഗീയ കക്ഷി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ചത്തകുതിര എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിനെ പന്തയക്കുതിരയായി പടക്കുതിരയായി കേരളത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതിനാരും മോശമല്ല രണ്ടുപേരും. അപ്പോൾ SNDP യോഗം എന്തെങ്കിലും കാര്യം പറയുമ്പോൾ, അവരുടെ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ പറഞ്ഞോട്ടെ, പറയുമ്പോൾ അതെല്ലാം വർഗീയമാവും. താമരശ്ശേരി ബിഷപ്പ് ഇനി 2-ാം തീയതി ഉപവാസം കിടക്കാൻ വരികയാണ്. അദ്ദേഹം പറയുന്നത് എന്താ? ജനകീയമാണോ? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സമുദായത്തിന് സ്കൂളുകൾ കിട്ടില്ല, സ്കൂളുകളിൽ പ്രശ്നമുണ്ട്, അതിന്റെ ഫ്രണ്ടിലും അതേതരത്വം എഴുതുമ്പോൾ എല്ലാവരും ചെല്ലും. അതേസമയം ഈ ആവശ്യം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചാൽ വർഗീയമായി പോയി. അതായത് ശ്രീ പത്മകുമാറിന്റെ മനസ്സിലിരിപ്പ് എന്ത് എന്ന് ഇപ്പോൾ പുറത്തു വന്നു. മതേതരത്വം എന്ന് ഞങ്ങൾ പറയും, ഞങ്ങൾ നടത്തുന്നത് എന്ത് എന്ന് താങ്കൾ. ബിഷപ്പ് വന്നിട്ട് അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ കാര്യം ആവശ്യപ്പെട്ടാൽ മതേതരത്വം ഒന്നും കൂടി എഴുതിയാൽ എല്ലാവരും ചെല്ലും. ഇതേ ആവശ്യം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചാൽ അദ്ദേഹത്തിന്റെ സമുദായത്തിന് പരിഗണന കിട്ടുന്നില്ല, സ്കൂളുകൾക്ക് പരിഗണന കിട്ടില്ല എന്ന് പറഞ്ഞാൽ വർഗീയമാവും. ഇതാണ് അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളിക്ക് വേണ്ടി അത്രയും ശക്തിയായി വാദിക്കുന്ന ശ്രീ JR പത്മകുമാർ ഒരു കാര്യം, വെള്ളാപ്പള്ളി പറഞ്ഞു ഞങ്ങൾ 3-ാം മുന്നണി ഉണ്ടാക്കും, അതിന് സാധ്യതയുണ്ട്. ഇടതുപക്ഷം വിളിച്ചാൽ ഇടതുപക്ഷത്തേക്ക് പോകും, ഞങ്ങൾക്ക് അധികാരവും സ്ഥാനവും. അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഭാവിയിൽ കാണാൻ പോകുന്ന കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ കുറെ കാലമായി മുന്നോട്ട് വെച്ച ആശയങ്ങളുമായി വരുന്ന ആളുകളുമായി യോജിക്കും. അതിൽ ആ ഒരു വ്യത്യാസമില്ല. ഇപ്പൊ ഇവിടെ ഉള്ള പ്രശ്നം എന്താ? ഈ മൈനോറിറ്റിയുടെ ഇടയിൽ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അവരുടെ എല്ലാ അന്യായമായ ആവശ്യവും ന്യായമാണെന്ന് അംഗീകരിക്കും. SNDP വന്ന് ആവശ്യം പറഞ്ഞാൽ സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഉള്ള വിഷമം എന്താണ്? NSS വന്നാൽ സഹകരിക്കാൻ തയ്യാറാണ്, KPMS വന്നാൽ തയ്യാറാണ്, ബ്രാഹ്മണ സഭ വന്നാൽ തയ്യാറാണ്. ഇവരെല്ലാം കൂടി ഒരു വോട്ട് ബാങ്കായി ഞങ്ങൾ ഒന്നായി വരുന്നെന്ന് പറഞ്ഞാൽ പേടിയാണ്. അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് ഇവരുടെ നയം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അല്ല, അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നിലയ്ക്കാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അജീം ഷാ, ഇപ്പോൾ JR പത്മകുമാർ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്നത് ചില കണക്കുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ JR പത്മകുമാറോ രാജഗോപാലോ ഒക്കെ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയിട്ട് ഇപ്പോൾ വലിയ മാറ്റങ്ങളിലേക്ക് വരത്തക്ക വിധത്തിൽ SNDP യൂണിയൻ അടിയന്തിരമായി അവരുടെ ആഭിമുഖ്യത്തിൽ ഒരു പാർട്ടി രൂപീകരിക്കണമെന്നും ഡിസംബറിന് ശേഷം ആ പാർട്ടി നിയമസഭാ മത്സരത്തിൽ പാർട്ടി എന്ന നിലയ്ക്ക് പങ്കെടുക്കണമെന്നും അങ്ങനെ ഐക്യപ്പെടണമെന്നുമൊക്കെ ഉള്ള വീക്ഷണങ്ങൾ രൂപപ്പെട്ടത് കേരളത്തിലല്ല. അത് വെള്ളാപ്പള്ളി നടേശൻ്റെ മസ്തിഷ്കത്തിലുമല്ല, മറിച്ച് ദില്ലിയിൽ തന്നെയാണ്. ഇന്നത്തെ പത്രങ്ങൾ, എന്തിന് നമ്മുടെ മാതൃഭൂമി പത്രം തന്നെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്, ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ മുഴുവൻ സ്വരൂപിച്ചിരിക്കുന്നത് ഗുരുമൂർത്തിയാണ്. ഈ പാർട്ടിയുടെ പേരെന്തായിരിക്കണം, അതിൻ്റെ കൊടി എങ്ങനെയായിരിക്കണം, നിയമാവലി എങ്ങനെയായിരിക്കണം എന്നെല്ലാമുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു അണിയറയിൽ. അത് പത്മകുമാറിനോ രാജഗോപാലിനോ എനിക്കോ അജീം ഷാദിനോ ഫക്രുദ്ദീൻ അലി അഹമ്മദിനോ ഒന്നും അറിയില്ല. ഫക്രുദ്ദീനൊന്നും അറിയില്ല. അതിൻ്റെ കാരണം അതിനു മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ആ തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ ഘടകത്തെ വായ്മൂടാൻ വേണ്ടി അവരുന്നയിക്കുന്ന ഒരു കണക്കുണ്ട്. പത്മകുമാർ അതിപ്പോൾ അംഗീകരിക്കില്ല, പക്ഷേ പത്മകുമാറിനും അറിയാവുന്ന കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ആ കണക്ക്? 500ഓളം പ്രതിനിധികളാണ് 2010 ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെ BJPക്ക് ലഭിച്ചിട്ടുള്ളത്. 1500ഓളം സ്ഥലങ്ങളിൽ 2-ാം സ്ഥാനത്ത് BJP വന്നിട്ടുണ്ടെന്നാണ് അവരുടെ അനുമാനം. അത് 100 വോട്ടിനൊക്കെയാണ് ആ വ്യത്യാസം. ആ 100 വോട്ട് പരിഹരിക്കുന്നത് വഴി 2500 പേരെ ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അമിത്ഷാ മോദി ബുദ്ധി, അതാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ആ ബുദ്ധിക്ക് വേണ്ടി പിക്കപ്പ് നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശന്മാരുടെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിമാരുടെ അത്യാഗ്രഹങ്ങളുമായി ചേർന്ന് സംഘബോധമുണ്ടാക്കുന്ന പക്ഷം ഇത്തരം കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ അടിസ്ഥാനത്തിൽ അവർ തന്നെ പറഞ്ഞു പരമാവധി 20% വോട്ടേ
BJ പത്മകുമാർ അടക്കം നയിക്കുന്ന BJPക്ക് ഏകോപിപ്പിക്കാൻ പറ്റുന്നത് 20% വോട്ടാണ്. അതുകൊണ്ട് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു വിഭാഗം വരണം. അതിന് നമുക്ക് പറ്റിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം SNDP അല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ ആഭിമുഖ്യത്തിലുള്ള SNDP ആണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി SNDPയുടെ ഭാവുകത്വത്തിൽ നിന്നും വളരെ പുറകിലാണ് വെള്ളാപ്പള്ളി. ആ നിലയ്ക്കാണ് അദ്ദേഹം എന്താണ് പറഞ്ഞു തുടങ്ങിയത്. താങ്കൾ പറഞ്ഞ എല്ലാ വൈപരീത്യവും അദ്ദേഹം പറഞ്ഞല്ലോ, പൂർവാപര വിരുദ്ധത പറഞ്ഞല്ലോ. അദ്ദേഹം ആദ്യം ഹിന്ദുക്കളെ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു, ഇപ്പോൾ മതേതരമെന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹം BJPയുമായി ബന്ധപ്പെടുമെന്ന് പറഞ്ഞു, ഇപ്പോൾ ആരുമായും ബന്ധപ്പെടാം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്, നിലവാരമില്ലാത്ത നിലപാടില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്, അദ്ദേഹം തന്നെ ഉന്നയിച്ച ആശയങ്ങൾക്കനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, ആശയം സ്വരൂപിക്കുന്നത് ദില്ലിയിൽ നിന്നാണ്. ഇനി അവിടുന്ന് വ്യക്തത വന്നാലേ നാളെ എന്തെങ്കിലും വെള്ളാപ്പള്ളി നടേശന് പറയാനാവും. അത് തന്നെയാണ് രാജൻ. ദില്ലിയിൽ ആരൊക്കെയോ വലിക്കുന്ന ചരടുകൾക്കുള്ളിൽ കിടന്നുകൊണ്ട് ചാടുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇതാണ് നിരീക്ഷിച്ചത്. തീർച്ചയായും താങ്കളുടെ മറുപടിയിലേക്ക് എത്താം. തീർച്ചയായും ചർച്ച അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാജൻ, ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഇത്തരത്തിൽ ഗൗരവവും ഗുരുതരവുമായ കുറേയേറെ ആരോപണങ്ങളുടെ ക്രോഡീകരണമാണ് ഇവിടെ ഭാസുരേന്ദ്ര ബാബു നടത്തിയത്. നിരീക്ഷണങ്ങൾ, പല വിധത്തിലും എത്തിയ വാർത്തകളൊക്കെ, പൂർവ്വകാലങ്ങളിൽ എത്തിയ വാർത്തകളൊക്കെ സാധൂകരിക്കുന്നതാണ് ആ നിരീക്ഷണവും. ശക്തമായ ആ നിരീക്ഷണത്തിന് താങ്കളുടെ മറുപടി ശ്രീരാജൻ. ഇടതുപക്ഷ സഹയാത്രികനും മുതിർന്ന മാധ്യമപ്രവർത്തകനും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരണമെന്ന് സ്വാഭാവികമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ശ്രീ ഭാസുരേന്ദ്ര ബാബുവിനെ പോലുള്ളവരുടെ മനോവിലാസം, അദ്ദേഹത്തിൻ്റെ ഭാവനാവിലാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അദ്ദേഹം പറയുന്നു, ഇന്ന് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ്. ആ യോഗത്തിൽ നിന്നും വരുമ്പോൾ പാർട്ടി തീരുമാനിച്ചു, കൊടി തീരുമാനിച്ചു, നയം തീരുമാനിച്ചു, അതിൽ ഗുരുമൂർത്തി വന്നു, ഗുരുമൂർത്തി ആദ്യം തീരുമാനിച്ചു വെച്ചു, അത് ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ SNDP യോഗം എന്ന ഒരു മഹാപ്രസ്ഥാനം, അതിൽ സമാന ചിന്താഗതിക്കാരായ വിവിധ സാമുദായിക സംഘടനാ നേതാക്കളെക്കുറിച്ച് ചർച്ച നടത്തി. ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചർച്ചയിൽ കൊടിയും തീയതിയും എന്ന് തുടങ്ങണമെന്ന തീയതിയും നയപരിപാടികളും അങ്ങനെ പേരടക്കം പിന്നീട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു പിരിഞ്ഞൊരു യോഗത്തിൽ എങ്ങനെയാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബുവിന് എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഒരു പക്ഷേ ഇങ്ങനെ ഇത്രകാലം ശ്രീരാജൻ ഒരു സംശയം, അതായത് ഇത്തരത്തിൽ ഒന്നുമായിട്ടില്ല, എല്ലാം ഇന്ന് നിങ്ങൾ കണ്ടതുപോലെയാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ താങ്കൾ തന്നെ മുൻവിധിയോടുകൂടി പറയുന്നു ഇടതുപക്ഷം അടുത്ത പ്രാവശ്യം അധികാരത്തിലെത്തും എന്ന് ആഗ്രഹിക്കുന്ന ശ്രീ ഭാസുരേന്ദ്ര ബാബു എന്ന് പറഞ്ഞാണ് താങ്കൾ തുടങ്ങിയത്. അപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ എത്തരുത് എന്നാണ് താങ്കളുടെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇടതുപക്ഷം വിളിച്ചാൽ പോകുമെന്ന്? ഇടതുപക്ഷം അടുത്ത പ്രാവശ്യം അധികാരത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ ചിന്തകൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ എക്കാലത്തെയും വോട്ട് ബാങ്കുകളായിരുന്ന ഒരു സമുദായം സ്വന്തമായി തങ്ങളുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇനി ഇത്രകാലം വിശ്വസിച്ച മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള മുന്നണികളിൽ വിശ്വാസം കുറഞ്ഞു വരുമ്പോൾ സ്വന്തമായൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതിൽ അവർക്കുള്ള അസ്വസ്ഥത പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളായി ഇവിടുത്തെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്നു. അതിൽ BJP ബാന്ധവം വരുന്നു, അതിൽ നയങ്ങളിൽ വ്യക്തതയില്ലെന്ന് വരുന്നു, പലതും ഒളിച്ചു വെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ കളവ് പറയുന്നു എന്നെല്ലാം അവർ വിളിച്ചു പറയുക മാത്രമാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇത്തരത്തിൽ ഒരു കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അതിന് സഹകരിക്കുന്ന ഒരു മണ്ണാണോ ഈഴവ സമുദായത്തിൻ്റേത് അല്ലെങ്കിൽ SNDPയുടേത്? നാരായണ ഗുരു, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്. അതായത് നാരായണ ഗുരുവിൻ്റെ ആ ഒരു കറണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. അതാണ് ഒരുപക്ഷെ വെള്ളാപ്പള്ളിയെ ആത്മവിശ്വാസക്കുറവിൻ്റെ മുൾമുനയിൽ നിർത്തുന്നത്. ഇങ്ങനെ ഒരുപാട് നിരീക്ഷണങ്ങളുണ്ട് ഫക്രുദ്ദീൻ. MGS നാരായണൻ മലയാളികളെ പൊതുവായി നിഷേധിത്തരം പറയുന്നുണ്ട്. വല്ലാതെ നിഷേധിത്തരവും ആക്ഷേപഹാസ്യവും മലയാളിയുടെ പൊതു സ്വഭാവമായിട്ടാണ് അദ്ദേഹം നിദർശിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. അപ്പോൾ കേരള സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം എന്നുണ്ട് ഈഴവാസ് തന്നെയാണ്. ഞാൻ പലപ്പോൾ ഈഴവാസിന് തന്നെയാണ് ഈ ഒരു നിഷേധ മനോഭാവവും ഒരു വിമർശന ബുദ്ധിയൊക്കെ ഏറ്റവും കൂടുതലായി കണ്ട് ഈ ഈഴവ ജനവിഭാഗത്തിനാണ്. അവർ ആരും പറയുന്ന അങ്ങനെ മുഖവിലൊക്കെ എടുക്കുന്ന ആളുകളൊന്നുമല്ല. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ അവർ മുഖവിലൊക്കെ എടുത്തുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളാണ് ഈ പാർട്ടി അഡ്രസ്സ് ചെയ്തിരുന്നത്. എല്ലാ ജാതി മതത്തിൽ പെട്ടപ്പം നാദാവിടെ എന്താ തീയന്മാർ മുസ്ലിംസ് ആയിട്ട് പ്രശ്നം? അവിടെ അവർ തീയന്മാർ കമ്മ്യൂണിസ്റ്റുകാരാ, അവിടുത്തെ മുസ്ലിംസ് ആയിരുന്നു അവിടെ ജന്മിമാർ. അവിടെ പാർട്ടി ജാതി മതം നോക്കിയില്ല. അപ്പം ഈ പ്രീണിപ്പിക്കുന്ന പറഞ്ഞ
ഭരിക്കുന്ന പാർട്ടി ജാതി മതവും നോക്കിയിട്ടില്ല. അവിടെ ഇപ്പോഴും ഈഴവാസ് പാർട്ടിയുടെ കൂടെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി നിൽക്കുന്ന കാലഘട്ടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂലമാണ് നിങ്ങൾക്കറിയാമല്ലോ, നിഷേധിത്തരമാണ്. ഈ വ്യവസ്ഥിതിയോടുള്ള നിഷേധ മനോഭാവമാണ്. ഒരു നല്ല നാളെ സ്വപ്നം കാണാനുള്ള ക്രിയാത്മകമായ ചിന്തയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ രീതിയിൽ നിൽക്കുന്ന കാലത്തോളം, ആ രീതിയിൽ ഈഴവ ജനവിവാദം സംശയമില്ലാത്ത കാലത്തോളം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോടെ ഈ പുതിയ സംഘടന ഭീഷണിയായിട്ട്. എന്നാൽ ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ആരും കാണാത്തൊരു വലിയൊരു വസ്തുതയുണ്ട്. നമ്മൾ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് സർവേ നടത്തുകയുണ്ടായി. ആ സർവേ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 35-40% വരെ ഈഴവ ജനവിഭാഗം വോട്ട് ചെയ്തത് കോൺഗ്രസിനാന്നുള്ളതാണ്. ഈ SNDP നിങ്ങൾ എടുത്തു നോക്കിയാൽ വിമോചന സമരകാലത്തിലുടനീളം അല്ലെങ്കിൽ ഇത്തരം നിർണായക സന്ദർഭത്തിൽ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ അല്ല, കോൺഗ്രസിന്റെ കൂടെ നിന്നത്. BJPയുടെ കൂടെ ഉണ്ട് 10% ആളുകൾ. പൂർവ്വകാലം പരിശോധിച്ചാൽ അറിയാം, SNDP-യുമായി വിശ്വസിച്ച് നിൽക്കുന്ന ഈഴവ സമൂഹത്തിൽ കൂടുതലും പേർ കോൺഗ്രസിലാണ്. തീർച്ചയായും കൺക്ലൂഡ്. അപ്പം ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാകാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസിനും BJPക്കും ആണ്. കാരണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടയ്ക്ക് വന്ന ഇടിവൊന്ന് മാറ്റി ആ ഇമേജ് ഒന്ന് മെച്ചപ്പെടുത്തി VS-ഉം പിണറായി വിജയനും കൂടി ഒറ്റ മനസ്സോട് കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈഴവാസ് ഏറെക്കുറെ തൃപ്തി അടയും. പക്ഷേ പ്രശ്നം വരാൻ പോകുന്നത് കോൺഗ്രസിനും BJPക്കും ആയിരിക്കും. തീർച്ചയായും BJP ഒരുപക്ഷെ ശ്രീ പത്മകുമാറിനും അത്തരത്തിൽ തന്നെയാകും ആഗ്രഹം. കേന്ദ്ര നേതൃത്വം കെട്ടിയിറക്കിയ ആഗ്രഹം നിങ്ങൾ ചുമക്കേണ്ടി വരുന്നു എന്നൊരു ആരോപണമുണ്ട്. തീർച്ചയായും ചർച്ച അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശ്രീ JR പത്മകുമാർ വളരെ പെട്ടെന്ന് ചുരുക്കി, അതായത് ഇത്തരത്തിൽ കേന്ദ്ര നേതൃത്വം കെട്ടിയിറക്കുന്നതിൻ്റെ ഒരു അസംതൃപ്തി നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ലഡു പൊട്ടാൻ വരട്ടെ എന്നാണ് ഒരു വിഭാഗം BJPക്കാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP എന്നുള്ളൊരു നിലപാടേ ഉള്ളൂ. കേന്ദ്ര സംസ്ഥാനം ജില്ലാ മണ്ഡലം എന്നുള്ളതല്ല. പാർട്ടി കേന്ദ്രമായാലും സംസ്ഥാനമായാലും എടുക്കുന്ന തീരുമാനം പാർട്ടി തീരുമാനമായിരിക്കും. ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായിരുന്ന ശ്രീനാരായണ ആ ചിന്താഗതിയിൽ വിശ്വസിക്കുന്ന ആളുകൾ അതിപ്പോൾ കുറഞ്ഞു പോകുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ 95% രക്തസാക്ഷികളും ഈ സമുദായത്തിൽ നിന്നാണ്. അവര് ചാവേറുകളായിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതിലെ യുവജനങ്ങൾ ഇന്നത് മനസ്സിലാക്കിയിരിക്കുന്നു, ആ ചതി മനസ്സിലാക്കിയിരിക്കുന്നു, അവരതിനെ വിട്ടുപോകാൻ തയ്യാറാകുന്നു. ശ്രീ പത്മകുമാർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. BJP എന്നത് സംസ്ഥാനമില്ല, ജില്ല എന്നില്ല. രക്തസാക്ഷികൾക്ക് ഈ ജാതി ഉണ്ടോ? അവരങ്ങനെയാണോ അതിനെ കാണുന്നത്? ഞാൻ അതല്ല പറഞ്ഞത്. ഈ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായവരുടെ കണക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, അതിൽ ജാതി ഉണ്ടോ മതമുണ്ടല്ല നോക്കിയാൽ 95% ഈഴവ തീയ സമുദായത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതല്ല കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ചാവേറുകളായി ഉപയോഗിക്കുന്നത് ഈ സമുദായത്തെയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി ആ പാർട്ടിയെ വിടാൻ തയ്യാറാകുന്നു. ശ്രീ പത്മകുമാർ, അങ്ങനെയെങ്കിൽ BJPക്കും RSSനും വേണ്ടി രക്തസാക്ഷിയായവരുടെ ജാതി എന്തേ നിങ്ങൾ പറയാം? നിരവധി ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിന്റെ നിങ്ങൾ കണക്ക് പറ. നിങ്ങൾ ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവരാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറയാം. വിളിച്ചു പറയാ. അത് മുകളിലോട്ട് കണ്ണൂർ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ BJPയുടെ ബലിദാനികളായത് പിന്നെ ഈ തീയന്മാരാണ്. തെക്കോട്ടിട നായന്മാരാണ് കൂടുതൽ. അപ്പൊ ഇവരെന്താ പാവപ്പെട്ട നായന്മാരെ ഈവരെ കൊന്ന് ജാതി കണക്കല്ല ഞാൻ പറഞ്ഞത്. ഈ സമുദായം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ഭയപ്പെടുന്നു? എവിടെ പോയി ബ്രാഹ്മണൻ ക്ഷത്രിയൻ ആരോപിക്കുന്നത് സ്വയം രക്ഷിക്കാൻ വേണ്ടിട്ടാ. അത് ഈ സമുദായം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിടുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ഭയപ്പെടുന്നു? അതുപോലെ ശൂദ്രനെയും കൊലക്കി കൊടുക്കാന്നുള്ളത്. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇത് തന്നെയാണ് ഈ രാഷ്ട്രീയം ഉയർത്തുന്ന വൈരുദ്ധ്യത്തിൻ്റെ മേഖലകൾ ഇങ്ങനെ തന്നെയാകും ഒരുപക്ഷെ വരുന്ന നാളുകളിൽ കാണുക. തീർച്ചയായും താങ്കളിലേക്ക് എത്താം. തീർച്ചയായും ചർച്ചയുടെ അവസാനം എന്നെത്തുമ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ പോക്ക് എങ്ങോട്ട്? ഒറ്റ വരി സമയപരിമിതി. അല്ല, അതിനകത്ത് ശ്രീ രാജൻ പറഞ്ഞൊരു ചെറിയ മറുപടി മാത്രം. ഈ പാർട്ടിയുടെ സംഭവിക്കാൻ പോകുന്ന പാർട്ടിയുടെ പേരായിട്ട് ഗുരുമൂർത്തി സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ധർമ്മയോഗ സേന എന്നാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ സേന എന്ന് അവസാനിക്കുന്ന ഒരു വാക്ക് തന്നെ ഉണ്ടാകുമോ രാജൻ? ആ അർത്ഥത്തിൽ അല്ല, ശിവസേന കേരളത്തിലുണ്ടായ രാഷ്ട്രീയ പാർട്ടിയല്ല. പക്ഷേ ശിവസേന, വാനരസേന, ശ്രീരാമസേന തുടങ്ങി സേനകളുടെ ഒരു കളി സഖ്യനപ്പുറത്തുണ്ട്. അങ്ങനെ ഒരു സേനയെ ഇവിടെ ഇറക്കുമതി ചെയ്യുക, അതിൻ്റെ ഇറക്കുമതിയുടെ ഒരു ചുമട്ടുകാരനായിട്ട് വെള്ളാപ്പള്ളി നടേശൻ വരിക, ഇതൊക്കെ ചരിത്രത്തെ പുറകോട്ട് നയിക്കുന്ന ഘടകങ്ങളായതുകൊണ്ടാണ് പറയേണ്ടി വന്നത്. അത്ര എനിക്ക് കരുതി പറയാം. മുമ്പ് വന്ന പല വാർത്തകളും സാധൂകരിക്കുന്നത് തന്നെയാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞതും. ചർച്ച ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.